ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ലാബ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ IRB, CPO, ഫയർമാൻ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള മെഗാ റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അടുത്ത് നോട്ട്ബുക്ക് കരുതിയിട്ടില്ലെങ്കിൽ അടുത്ത് തീർച്ചയായിട്ടും ഒരു നോട്ട്ബുക്ക് കരുതുക കേട്ടോ. കാരണം നമ്മൾ ഇന്ന് റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റിവിഷൻ സീരീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യാണ്, പഠിച്ച ഭാഗങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് ഒരുപാട് അനുബന്ധ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക, പിന്നീട് അത് റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ റിവിഷനാണ് ചെയ്യുന്നത്, അറിയാത്ത ഭാഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അറിയാത്തത് ഏത് കേട്ടാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച ശേഷം പിന്നീട് അത് റിവൈസ് ചെയ്യുക. അറിയാത്ത ഒരു പോയിന്റും ഉണ്ടാവാൻ പാടില്ല. ഓരോ പോയിന്റും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ വെറുതെ കൊട്ടിത്തരില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോ പോയിന്റിനും അത്രയേറെ വില നിങ്ങൾ കൊടുക്കണം. എന്തായാലും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര്? ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര് എന്നതാണ് ചോദ്യം. ഓക്കെ, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര്? ഓപ്ഷൻ എ വി നാരായണൻ. വി നാരായണനാണോ ISRO ചെയർമാൻ? എപ്പോഴാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? അത് നമുക്ക് അതൊന്ന് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് പഠിച്ചു വെക്കണം. 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാം. ഓക്കെ, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് വി നാരായണൻ അല്ല. എന്തുകൊണ്ടാണ് വി നാരായണൻ? എന്താണ് വി നാരായണൻ? നിലവിലെയാണ്. അപ്പോൾ നമുക്കൊരു കറണ്ട് അഫയർ അവിടെ കിട്ടിയല്ലോ. എന്താണ് നിലവിലെ ISRO ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? നിലവിലെ ISRO ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വി നാരായണനാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. എസ് സോമനാഥ് ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി എസ് സോമനാഥ് ആണ് നമ്മുടെ ഉത്തരം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു എസ് സോമനാഥ് ആണ്. ആരാണ്? എസ് സോമനാഥ് ആണ്. പറ്റുന്ന അത്രയും എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോകണം. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ പോരാ, നമുക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മളൊരു ക്ലാസ്സിൽ കേട്ട കാര്യം എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എസ് സോമനാഥ് ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപണം എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപണം 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ചന്ദ്രൻ എവിടെയാണ്? ദക്ഷിണ ധ്രുവത്തിലാണല്ലേ ലാൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റും കൂടി അവിടെ പഠിക്കാണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. ഓക്കെ, ഇനി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ തീയതി കൂടി നമ്മളൊന്ന് പഠിക്കുക. അതെത്രയാണ്? ഓഗസ്റ്റ് 5 കേട്ടോ. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23. ഓക്കെ, ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അപ്പോൾ പോയിന്റുകൾ ഓർമ്മ ഉണ്ടല്ലോ. ഇനി ആദ്യം ഒന്നും കൂടി വരാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ, 2023 ജൂലൈ 14 വിക്ഷേപണം നടത്തിയത്. 2023 ജൂലൈ 14. അത് പിന്നീട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എപ്പോഴാണ് ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്? 2023 ഓഗസ്റ്റ് 5 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23 അല്ലേ? എവിടെയാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ദക്ഷിണ ധ്രുവത്തിലാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പോയിന്റ് പഠിക്കാണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? അത് എസ് സോമനാഥ് ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഓപ്ഷൻ ബി എസ് സോമനാഥ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 2023 ജൂലൈ 14 വിക്ഷേപണം അല്ലേ? 2023 ജൂലൈ 14 വിക്ഷേപണം. ഇനി നിങ്ങൾ ആൻസർ പറയും. എന്നാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്? 2023 വെരി ഗുഡ് ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ്
5-നാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അത് രണ്ടും കിട്ടിയല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? മെയിൻ ആയിട്ട് ഒരു പോയിന്റും കൂടി ഇല്ലേ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാണ്? അത് ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23. ഓക്കെ, ഓഗസ്റ്റ് 23. അപ്പോൾ എത്ര പോയിന്റ്സ് ക്ലിയർ ആയല്ലോ? ഓഗസ്റ്റ് 23. അപ്പോൾ ഇനി നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വരാം. 2023 ജൂലൈ 14-നാണ് എന്താണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5-നാണ് അല്ലേ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ഓഗസ്റ്റ് 5. ഓഗസ്റ്റ് 23-നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതും നമ്മൾ പഠിച്ചല്ലോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം. ഓക്കെ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? ശിവശക്തി പോയിന്റ് കേട്ടോ. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ശിവശക്തി പോയിന്റ്. ഓക്കെ, ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് അപ്പോൾ അറിഞ്ഞു വെക്കണേ, ശിവശക്തി പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ശിവശക്തി പോയിന്റ്. അപ്പോൾ അതും കിട്ടിയല്ലോ. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ മെയിൻ ആണ് S സോമനാഥ് ആണ് അല്ലേ. നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് പഠിച്ചത് എന്താണ്? S സോമനാഥ് ആണ്. പിന്നെ നമ്മൾ ഡേറ്റ് പഠിച്ചു. ഇനി ഡേറ്റ് എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാ? അത് നമുക്ക് കിട്ടി. അത് S സോമനാഥ് ആണ് അല്ലേ. S സോമനാഥ് ആണ്. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? അത് 2023 ജൂലൈ. ഓക്കെ, ഡേറ്റ് കിട്ടുന്നുണ്ടോ? 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത് കേട്ടോ. ഇനി ഓർഡറിലൊന്ന് പഠിച്ചു നോക്കി. 2023 ജൂലൈ 14-ന് ഇവിടെ നിന്നും വിക്ഷേപിച്ചു. അടുത്ത മാസം ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 5-നാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത്. ഓക്കെ, ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് 5-ഉം. പിന്നെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഞാൻ ദക്ഷിണ ധ്രുവം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അത് നമുക്ക് എക്സ്ട്രാ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5-നും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ചോദിച്ചാൽ ഓഗസ്റ്റ് 23. ഇനി 3 ഡേറ്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഓഗസ്റ്റ് 23-നാണ്. ഇനി ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. അതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി യാത്ര ചെയ്ത വാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 വാഹനം ഏതാ? വാഹനത്തിന്റെ പേര് ചോദിക്കില്ലേ? LV-M3M4 ആണ്. LV-M3M4 മറക്കരുത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കിട്ടാത്തവരാണെങ്കിൽ നോട്ട് ചെയ്തോ. ഓക്കെ, LV-M3M4 ആണ് വാഹനത്തിന്റെ പേരാണ് കേട്ടോ. LV-M3M4 ആണ്. ഓക്കെ, LV-M3M4 ആണ്. LV-M3M4 ആണ് ചന്ദ്രയാൻ 3 വാഹനം. ചന്ദ്രയാൻ 3യുടെ വാഹനത്തിന്റെ പേര് ചോദിച്ചാൽ LV-M3M4. റിപ്പീറ്റ് ചെയ്തു. ചന്ദ്രയാൻ 3യുടെ വാഹനത്തിന്റെ പേര് LV-M3M4. LV-M3M4. അത് ക്ലിയർ ആയല്ലോ. LV-M3M4 ആണ്. അപ്പോൾ അതും ക്ലിയർ ആയി. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ലാൻഡറിന്റെ പേര് നമ്മൾ പഠിക്കണം അല്ലേ. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേരെന്താണ്? ലാൻഡർ വിക്രം. LV അത് മാത്രം കണക്ട് ചെയ്ത് വെച്ചാൽ മതി. LV ലാൻഡർ വിക്രം. LV. ഓക്കെ, നമ്മൾ വാഹനത്തിന്റെ പേര് പഠിച്ചു. LV-M3M4 ആണ് അല്ലേ. അപ്പൊ അതിൽ LV വെച്ച് കണക്ട് ചെയ്തൂടെ. ലാൻഡർ എന്താണ്? ലാൻഡറിന്റെ പേരാണ് വിക്രം. ലാൻഡർ വിക്രം. റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി പ്രൊജക്ട് ഡയറക്ടറുടെ പേര് കൂടി നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. എന്താണ്? വീരമുത്തുവേൽ. പ്രൊജക്ട് ഡയറക്ടർ. ഈ പ്രൊജക്ട് ഡയറക്ട് ചെയ്യണമല്ലോ. അപ്പൊ ആളെന്താണ്? ആളൊരു വീരനാണെന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടൂലേ. ആളൊരു വീരനാണ്, അത് ആലോചിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. അപ്പൊ ആ പോയിന്റ് ഒക്കെ കിട്ടിയല്ലോ. ഇനി എൻ്റെ ഒറ്റവട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? നിങ്ങൾക്ക് കിട്ടും. S സോമനാഥ് ആണ്. ആരാണ്? S സോമനാഥ് ആണ്. ആ പേര് പ്രത്യേകം പഠിച്ചു വെക്കണം. അവിടെ കൺഫ്യൂഷൻ ആവും. വേറൊരു പേരും കൂടി തരും. MS സ്വാമിനാഥൻ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് S സോമനാഥ് ആണ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. നമുക്ക് പഠിക്കാനുള്ളത് ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് S
സോമനാഥാണ്. എസ് സോമനാഥാണ്. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ഇനി നിങ്ങൾ ഡേറ്റ് പറയും. അപ്പോൾ നമുക്കറിയാലോ കിട്ടുന്നുണ്ടോന്ന്. 2023 വെരി ഗുഡ്. ജൂലൈ 14 അല്ലേ? ജൂലൈ 14. പിന്നെ എപ്പോഴാണ് ഭ്രമണപഥത്തിൽ എത്തിയത്? എപ്പോഴാണ്? അത് ഓഗസ്റ്റ് 5 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 23 ആണ്. അത് നമ്മൾ പഠിച്ചല്ലോ. ഇനി വാഹനത്തിന്റെ പേരെന്താ? LV M3 M4. അതും കിട്ടി. LV M3 M4. ആ LVയിൽ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? LV എന്താണ്? ലോവർ അല്ലേ? അല്ല, ലാൻഡർ. സോറി, ലോവർ അല്ല, ലാൻഡർ. എന്താണ്? ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ. ലാൻഡറിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താണ്? ലാൻഡർ വിക്രം. LV എന്ന് കണക്ട് ചെയ്താൽ മതി. L എന്താണ്? ലാൻഡർ. V എന്താണ്? വിക്രം. ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ. അപ്പോൾ വാഹനം പഠിച്ചു, ലാൻഡറും റോവറും നമ്മൾ പഠിച്ചു, പ്രൊജക്ട് ഡയറക്ടറും നമ്മൾ പഠിച്ചു അല്ലേ? പ്രൊജക്ട് ഡയറക്ടറിന്റെ പേരെന്താണ്? വീരമുത്തുവേൽ. ഇത് പ്രൊജക്ട് ഡയറക്ട് ചെയ്യണ്ടേ? അപ്പോൾ ഡയറക്ട് ചെയ്യുന്ന ആളൊരു വീരനാണെന്ന് ആലോചിച്ചാൽ എന്താണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വെച്ചാൽ മതി. അവിടെ ചെന്ന ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പ്രൊജക്ട് ഡയറക്ടർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ടർ ആളൊരു വീരനാണ് അല്ലേ? എന്തോ വീരനാണെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കാണും വീരമുത്തുവേൽ എന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി സ്റ്റേറ്റ്മെന്റ് തന്നാലും നിങ്ങൾക്ക് അത് കിട്ടണം. പ്രൊജക്ട് ഡയറക്ടർ. അപ്പോൾ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ആളൊരു വീരനാണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ റോങ് ആയിട്ട് തന്നാലും നിങ്ങൾക്കത് കിട്ടണം. ഓക്കെ, പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. പിന്നെ ഡേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. എന്നാണ് വിക്ഷേപണം? 2023 ജൂലൈ 14. എന്നാണ് ഭ്രമണപഥത്തിലെത്തിയത്? ഓഗസ്റ്റ് 5. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴാണ്? ദക്ഷിണ ധ്രുവം അല്ലേ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇനി ആദ്യത്തെ സന്ദേശം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഓക്കെ, ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ചന്ദ്രയാൻ 3 ആദ്യം നൽകിയ സന്ദേശം. എന്നാണ്? ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. അപ്പൊ ചന്ദ്രയാൻ 3 സെറ്റ് അല്ലേ? ഇതുവരെ പഠിച്ച ഇത്ര പോയിന്റ് ക്ലിയർ അല്ലേ? ഇതാണ് ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിൻ ആയിട്ടും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മുടെ ഓപ്ഷൻ എ. വി നാരായണൻ. എന്താന്ന് നമ്മൾ പറഞ്ഞു? വി നാരായണൻ എന്താണ്? വി നാരായണൻ നമ്മൾ പറഞ്ഞല്ലേ? വി നാരായണൻ എന്താണ്? വി നാരായണൻ നിലവിലെ ISRO ചെയർമാനാണ്. നിലവിലെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വി നാരായണൻ. അപ്പൊ നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണ്ടേ? എന്താണ്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. നിലവിലെ ഒരു 4 കൂടി നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ ഭൂഷൺ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇത് ഞാൻ ഒപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതണം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എഴുതിയത് വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട് സാധനം. ഓക്കെ, അപ്പോൾ എന്താണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആണ് എന്ത്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അപ്പൊ നമ്മൾ ഒന്നും കൂടി പഠിക്കണമല്ലോ. നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിൽ? നിതിൻ മധുകർ ജാംദർ അല്ലേ? അപ്പൊ എന്താണ്? ഹൈക്കോടതിയിൽ നമ്മൾ എന്തിനാ പോവുക? സുപ്രീം കോടതിയിൽ നമ്മളൊരു കാര്യത്തിനാ പോവുക. എന്തിനാണ്? നീതി ലഭിക്കാനാ പോവുക. അപ്പോൾ നമ്മൾ ഹൈക്കോടതി നമ്മൾ പഠിച്ചു വെക്കാം. നമ്മുടെ കേരളത്തിലല്ലേ ഹൈക്കോടതി? അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് എന്ത് വേണം? ഈ കേരളത്തിൽ നമുക്ക് എന്ത് വേണം? നീതി വേണം. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ. പിന്നെ ആരാ? ജാംദർ. നിതിൻ മധുകർ ജാംദർ എന്നാണ് ഫുൾ നെയിം. നിങ്ങൾ നിതിൻ ജാംദർ എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ നിതിൻ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ഹൈക്കോടതിയിൽ പോയാൽ നമുക്ക് എന്ത് ലഭിക്കണം? നീതി ലഭിക്കണം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കോടതിയിൽ പോയിട്ട് നമുക്ക് അനുകൂലമായിട്ടൊരു കേസ് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എനിക്ക് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കും. അപ്പോൾ ഹൈക്കോടതിയിൽ പോയാൽ എന്ത് ലഭിക്കും? നീതി ലഭിക്കും. നിതിൻ ജാംദർ. ഓക്കെ, അപ്പോൾ അത് സെറ്റായല്ലോ. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആണ് അല്ലേ? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ അത് നിതിൻ മധുകർ ജാംദർ. ഇനി നമുക്ക് അടുത്തത് എന്താ പഠിക്കാറ്? RBI ഗവർണർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? RBI ഗവർണർ ആരാണ്? RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ? സഞ്ജയ് മൽഹോത്രയാണ് RBI ഗവർണർ. സഞ്ജയ് മൽഹോത്ര. ഇതൊക്കെ അറിയാത്ത പോയിന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. അപ്പൊ ഇത്ര പോയിന്റ് ക്ലിയർ ആയല്ലോ. നിലവിലെ ISRO ചെയർമാൻ വി നാരായണൻ. പിന്നെ എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ എന്താ പറഞ്ഞത്? ഭൂഷൺ
ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അത്ര അറിഞ്ഞ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഓക്കെ, ഫുൾ എഴുതാൻ നിൽക്കില്ല. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്, RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. പിന്നെ ഹൈക്കോടതിയിൽ പോയാൽ നമുക്ക് എന്ത് ലഭിക്കണം? നീതി ലഭിക്കണം. അതാരാണ്? നിതിൻ മധുകർ ജാംദറാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം സെറ്റ് അല്ലേ? അപ്പോൾ വി നാരായണനാണ് നിലവിലെ എന്ത് ISRO ചെയർമാൻ അല്ലേ? പിന്നെ ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. നമ്മൾ എഴുതിയല്ലേ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ആരാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും. ഹൈക്കോടതിയിൽ പോയ എനിക്ക് നീതി ലഭിക്കണം. നിതിൻ മധുകർ ജാംദർ അല്ലെങ്കിൽ നിതിൻ ജാംദർ അല്ലെങ്കിൽ നിതിൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കണം, നിതിൻ ജാംദർ. അപ്പൊ അത് സെറ്റ് ആണല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, സഞ്ജയ് മൽഹോത്ര. പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? വിക്രം സാരാഭായ്. എന്താണ്? ISRO ആദ്യ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായ് ആണ്. നമുക്ക് അറിയുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആദ്യ ISRO ചെയർമാൻ വിക്രം സാരാഭായ്. ഇനി ആരാണ് ഈ MS സ്വാമിനാഥൻ? ഇവിടെ MS സ്വാമിനാഥൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ? ആരാണ് MS സ്വാമിനാഥൻ? S സോമനാഥും MS സ്വാമിനാഥനും പലർക്കും മാറിപ്പോകും. S സോമനാഥ് ISRO ചെയർമാൻ ആണ് അല്ലേ? ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാനാണ് S സോമനാഥ്. അപ്പൊ MS സ്വാമിനാഥൻ ആരാണ്? MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ലോകത്ത് പിതാവ് അല്ലേ? ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഈ നോർമൻ ബോർലോഗ് എവിടുത്തുകാരനാണ്? നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ് കേട്ടോ. അത് നിങ്ങൾ എക്സ്ട്രാ അറിഞ്ഞു വെക്കണം. കാരണം ഈ ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഓക്കെ, ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. എന്നാൽ നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. അപ്പോൾ രണ്ടും മാറിപ്പോരുത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. നോർമൻ ബോർലോഗ് ഒരു മെക്സിക്കോക്കാരനാണെന്ന് സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ്. കാരണം നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്. മെക്സിക്കോ എന്താണ്? മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അതാണ് മെക്സിക്കോ. ഇനി നമുക്കൊരു പോയിന്റ് പഠിക്കാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ അതും സെറ്റായല്ലോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടമാണ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലും ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസുമാണ്. അത്ര ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാന്ന് ചോദിച്ചത് നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹം എവിടുത്തുകാരനാണ്? അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മെക്സിക്കോയിലാണ് ഇത് ആരംഭിച്ചത്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അതാരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇനി മാറൂലല്ലോ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനാണ് കേട്ടോ. ഹരിത വിപ്ലവ നായകൻ MP സിംഗ് ആണ്. പിന്നെ നമുക്ക് ഒരു പേര് കൂടി അവിടെ പഠിക്കാണ്ട്. ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് വില്യം ഗൗഡ് ആണ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത്. ഇപ്പൊ ഏതൊക്കെ പേര് നമ്മൾ പഠിച്ചു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമുക്കറിയാം, അത് MS സ്വാമിനാഥനാണ്. റിപ്പീറ്റ് ചെയ്യണം, എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകണം. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ പോരാ, എന്തായാലും നിങ്ങൾ എക്സാമിന് ഇത് അറ്റൻഡ് ചെയ്യണം. എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ് അല്ലേ? നോർമൻ ബോർലോഗ്. പിന്നെ നമ്മൾ പഠിച്ചു ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചാൽ MP സിംഗ് ആണ്. അത്ര പോയിന്റ് ക്ലിയർ അല്ലേ? പിന്നെ എവിടെയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്? അത് മെക്സിക്കോയിലാണ് അല്ലേ? ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. എന്നാൽ നോർമൻ ബോർലോഗ് എവിടുത്തുകാരനാണ്? നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനാണ്. അത്ര ഭാഗം ക്ലിയർ അല്ലേ? MP സിംഗും നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ഒരു പോയിന്റും കൂടി പറഞ്ഞുതരാം. ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ വില്യം ഗൗഡ്. അതും നമ്മൾ പറഞ്ഞാണ് അല്ലേ? വില്യം ഗൗഡാണ് ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ 3 പേരെന്ന് പറഞ്ഞു അല്ലേ? 4 പേരുണ്ട് അല്ലേ? ആദ്യം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? നോർമൻ ബോർലോഗ് ആണ്, അമേരിക്കക്കാരനാണ്. പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ അല്ലേ? MS സ്വാമിനാഥൻ ഒരു തമിഴ്നാട്ടുകാരനാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ തമിഴ്നാട്ടുകാരനാണ് അല്ലേ? തമിഴ്നാട്ടുകാരനാണ് MS സ്വാമിനാഥൻ. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്നത് ആരാണ്? അത് MP സിംഗ് ആണ്. അത് നമ്മൾ പഠിച്ചു. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. പിന്നെ നമ്മളൊരു കാര്യം കൂടി പഠിച്ചു. എന്താണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വില്യം ഗൗഡ് ആണ്. ആരാണ്? വില്യം ഗൗഡ് ആണ്. ഓക്കെ, ഗൗരവമേറിയ ഒരു കാര്യമാണ് അല്ലേ? ഗൗരവമേറിയ ഒരു കാര്യമാണ് അതിന്റെ പേര്. അപ്പൊ ഗൗരവം ഗൗഡ് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വില്യം ഗൗഡ് ആണ്. ഓക്കെ, MP സിംഗ് ആണ് നായകൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അപ്പൊ അത്ര ഭാഗം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞു വെക്കുക. ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് അല്ലേ? ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ. ഓക്കെ, 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 65 75 മനസ്സിൽ കണക്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെയാണ് ചോദ്യം വരിക. 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെ. അതെന്താണ്? 1ാം ഘട്ടമാണ്. അപ്പൊ 2ാം ഘട്ടോ 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്നറിയപ്പെടുന്നത് 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെയും 2ാം ഘട്ടം എന്നറിയപ്പെടുന്നത് 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെയുമാണ്. അപ്പൊ അത്ര പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം. 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മാതൃക. ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി അല്ലെ? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? മഹലനോബിസ് മാതൃക അല്ലെ? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ 3ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത്ര ഭാഗം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ പഞ്ചവത്സര പദ്ധതി അവിടെ നിൽക്കട്ടെ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ MP സിംഗ്. ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എത്രയാണ്? 60ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെയും. 2ാം ഘട്ടം 70ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെയും ആണ്. അത്ര ഭാഗം ക്ലിയർ അല്ലേ? ഹരിത വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത്? അത് മെക്സിക്കോയിലും. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസും ആണ്. അപ്പോൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ഹെയ്ലി, ഹെമിസ്, സൗത്ത് ബട്ടൺ, കാസിരംഗ. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ഹെയ്ലി, ഹെമിസ്, സൗത്ത് ബട്ടൺ, കാസിരംഗ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട്. ഈ ഹെയ്ലി എന്നുള്ള പേര് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. പലർക്കും അത് ജിം കോർബറ്റ് ആണ് അല്ലേ? ജിം കോർബറ്റ്. അപ്പോൾ ഹെയ്ലി എന്ന് ചോദ്യം വന്നാൽ അതാണ് ശരി. ഓപ്ഷനിൽ ഹെയ്ലി എന്നാണെങ്കിൽ, കാരണം ഈ ജിം കോർബറ്റിന്റെ ആദ്യ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെയ്ലി എന്നാണ്. ഹെയ്ലി നാഷണൽ പാർക്കാണ്. അതാണ് പിന്നീട് 1957 അത് എന്തായിട്ട് മാറിയത്? ജിം കോർബറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ജിം കോർബറ്റ് തന്നാൽ അതാണ് ശരി. ജിം കോർബറ്റ് തന്നാൽ അതാണ് ശരി. പക്ഷേ ഹെയ്ലി എന്നത് ജിം കോർബറ്റിന്റെ മറ്റൊരു പേരാണെന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ തന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെയ്ലി നാഷണൽ പാർക്കാണ്. ഓക്കെ, ഹെയ്ലി നാഷണൽ പാർക്ക് എപ്പോഴാണ് നിലവിൽ വന്നത്? 1936 നിലവിൽ വന്നത്. 1936 ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. അത് 1957 ജിം കോർബറ്റ് ആയി മാറി. ജിം കോർബറ്റ് നാഷണൽ പാർക്കായി മാറിയത് 1957. അത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിഞ്ഞു വെക്കുക. ഹെയ്ലി അല്ലെങ്കിൽ ജിം കോർബറ്റ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ് കൂടി അറിഞ്ഞു വെക്കാം. അതിനു മുമ്പ് ഈ പോയിന്റ് നിങ്ങൾ ഫിക്സ് ആക്കി വെക്കുക. എന്താണ്? 1936 ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. അത് 1957 എന്തായിട്ട് മാറിയത്? 1957 അത് എന്തായിട്ട് മാറി? ജിം കോർബറ്റ് നാഷണൽ പാർക്കായിട്ട് മാറി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? അത് ഹെമിസ് ആണ് കേട്ടോ. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. അതൊരു എക്സ്ട്രാ പോയിന്റ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? ഇവിടെ എന്താ ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. അതാണ് ഹെയ്ലി അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇവിടെ ഏറ്റവും വലുത് ഹെമിസ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് അറിഞ്ഞു വെക്കുക. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏറ്റവും ചെറുത് ഏതാണ്? അത് സൗത്ത് ബട്ടൺ ആണ് കേട്ടോ. ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ബട്ടൺ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ബട്ടൺ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ
ആൻഡമാനിലാണ്. ഹെയ്ലി എവിടെയാണ്? ഹെയ്ലി അല്ലെങ്കിൽ ജിം കോർബറ്റ് ദേശീയോദ്യാനം അല്ലേ, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ഹെമിസ് എവിടെയാണ്? ലഡാക്കിലാണ് അല്ലേ. ഹെമിസ് ആണ് ഏറ്റവും വലുത്. ഓക്കെ, ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ അത് ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ സൗത്ത് ബട്ടൺ ആണ്. ഓക്കെ, ഏറ്റവും ചെറുതാണ് സൗത്ത് ബട്ടൺ. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സൗത്ത് ബട്ടൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. അതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി കാസിരംഗ. കാസിരംഗ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യം ഒരുപക്ഷെ അതാവും അല്ലേ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടത് ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്കാണ്. അപ്പൊ കാസി ആസാം. ഓക്കെ, കാസി ആസാം അല്ലേ, ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. സൗത്ത് ബട്ടൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. പിന്നെ നമ്മളത് പഠിച്ചു. ഹെമിസ് എവിടെയാണ്? ലഡാക്കിലാണ്. ഹെയ്ലി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. ഇത്ര ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ഏതാണ്? ഹെയ്ലി അല്ലെങ്കിൽ ജിം കോർബറ്റ് ആണ്. 1936 ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. അത് 1957 എന്തായിട്ട് മാറി? 1957 അത് ജിം കോർബറ്റ് എന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പേര് മാറ്റി. ഓക്കെ, പേര് മാറ്റിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1957. ഹെമിസ് എവിടെയാണ്? ലഡാക്കിലാണ്. സൗത്ത് ബട്ടൺ എവിടെയാണ്? ആൻഡമാനിലാണ്. സൗത്ത് ബട്ടൺ എന്താണ്? ഏറ്റവും ചെറുതാണ് അല്ലേ. ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ബട്ടൺ. പിന്നെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടത് ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടത് കാസിരംഗ, സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇനി ഏഷ്യൻ സിംഹങ്ങൾക്ക് പേര് കേട്ടത് ഏതാന്ന് ചോദിച്ചാൽ അത് ഗിർ വനങ്ങളാണ് കേട്ടോ. ഗിർ വനങ്ങൾ. ഏഷ്യൻ സിംഹങ്ങൾക്ക് ഗിർ വനങ്ങൾ. ഗിർ വനങ്ങൾ. ഗിർ, ആ സൗണ്ട് കേട്ട അറിയില്ലേ? ഏഷ്യൻ സിംഹം, സിംഹത്തിന്റെ സൗണ്ട് അല്ലേ ഗിർ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പൊ ഗിർ വനങ്ങൾ, ഏഷ്യൻ സിംഹങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും കടുവക്കും അങ്ങനെയല്ലേ? കടുവക്ക് അങ്ങനെ കണക്ട് ചെയ്യണം. നിങ്ങൾ ഗിർ എന്നുള്ളത് ഇതിന് കണക്ട് ചെയ്താൽ മതി. തൽക്കാലം ഇപ്പോൾ സിംഹത്തിന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഗിർ വനങ്ങൾ. സാർ അത് സിംഹത്തിന്റെ സൗണ്ട് ആണെന്ന് മാത്രം പഠിപ്പിച്ചെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ്? സിംഹത്തിന്റെ സൗണ്ടാണ് ഗിർ. അപ്പൊ ഗിർ വനങ്ങൾ എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ. ഗിർ വനങ്ങൾ ഗുജറാത്തിലാണ്. അപ്പോൾ ഏഷ്യൻ സിംഹങ്ങൾക്ക് പേര് കേട്ടത് ഏതാണ്? ഗിർ വനങ്ങളാണ്. ഇനി വെള്ളക്കടുവ അതെവിടെയാണ്? വെള്ളക്കടുവ നന്ദൻകാന. ഓക്കെ, നന്ദൻകാനയിലാണ്. ഓക്കെ, നന്ദൻകാന എവിടെ? ഒഡീഷയിലാണ് കേട്ടോ. നന്ദൻകാന ഒഡീഷയിലാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒഡീഷയിലാണ് നന്ദൻകാന. ഓക്കെ, ഒഡീഷ നന്ദൻകാന. അതെന്തിനാണ്? അത് വെള്ളക്കടുവകൾക്ക് പേര് കേട്ടതാണ്. വെള്ളക്കടുവകൾക്ക് പേര് കേട്ടതാണ് ഏത്? നന്ദൻകാന, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന നന്ദൻകാന. ഇനി ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് എവിടെയാണ്? അത് നിങ്ങൾ അറിഞ്ഞു വെച്ചോ. മധ്യപ്രദേശിലാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ എത്ര ഉണ്ടാവും? 10 നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പോയിന്റ് അവിടുന്ന് ക്ലിയർ ആയല്ലോ. ഏറ്റവും ആദ്യത്തെ ഏതാന്ന് ചോദിച്ചാൽ അത് ഹെയ്ലി, അല്ലെങ്കിൽ എന്ത് പേരിലാണ്? നിങ്ങൾക്ക് ചിലപ്പോൾ ജിം കോർബറ്റ് അല്ലേ, ഓപ്ഷനിൽ ചിലപ്പോൾ ജിം കോർബറ്റ് ആവും. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ജിം കോർബറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഓക്കെ, അത് മുമ്പ് അതിൻ്റെ പേരെന്തായിരുന്നു? ഹെയ്ലി എന്നായിരുന്നു. അത് നിങ്ങളെ പ്രത്യേകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിൽ ഞാൻ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഹെയ്ലി നാഷണൽ പാർക്ക്. ഓക്കെ, ഹെയ്ലി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളിത് പഠിച്ചു ഹെമിസ്. ഏറ്റവും വലുതാണ് ഹെമിസ്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ആണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ഏറ്റവും ചെറുത് സൗത്ത് ബട്ടനാണ്, സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. കാസിരംഗ ആസാമിലാണ്. കാസിരംഗ പക്ഷേ നമ്മൾ എന്തിനാണ് പഠിച്ചത്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടത്. പിന്നെ നമ്മൾ പഠിച്ചു ഏഷ്യൻ സിംഹങ്ങൾക്ക്. നമ്മൾ എന്ത് പഠിച്ചു? സിംഹങ്ങൾക്ക് എന്താ സൗണ്ട്? ഗിർ എന്നുള്ള സൗണ്ട്. ആലോചിച്ച് എന്ത് കിട്ടും? ഗിർ വനങ്ങൾ എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. ഗിർ വനങ്ങൾ ഗുജറാത്തിലാണ്. പിന്നെ നമ്മൾ പഠിച്ചു വെള്ളക്കടുവകൾക്ക് പേര് കേട്ട, അല്ലെങ്കിൽ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് നന്ദൻകാന. ഓക്കെ, നന്ദൻകാന എവിടെയാണ്? ഒഡീഷയിലാണ്. ഇത്ര ഭാഗം ക്ലിയർ അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇത്ര പോയിന്റ് ഇവിടെ നിന്ന് അറിഞ്ഞു വെക്കുക. ഇത്ര പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി റിപ്പീറ്റിംഗ് വേണ്ടാന്നുള്ളവർ അടിച്ചുവിട്ട് കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഹെയ്ലിയാണ്. എപ്പോഴാണ്? 1936 ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ പോയി. 1936 ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. അത് 1957 എന്ത് പേരിലേക്ക് മാറ്റപ്പെട്ടു? എന്താണ്? ജിം കോർബറ്റ് അല്ലേ. ജിം കോർബറ്റ് നാഷണൽ പാർക്കായി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഹെമിസ്. ഹെമിസ് എന്താണ്? ഹെമിസ് നമ്മൾ പഠിച്ചു അല്ലേ. ഏറ്റവും വലുതാണ് ഹെമിസ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ സൗത്ത് ബട്ടൺ പഠിച്ചു. ഏറ്റവും ചെറുതാണ് സൗത്ത് ബട്ടൺ. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ മതി ബട്ടൺ. നമ്മുടെ ബട്ടൺ എത്ര ചെറുതാന്ന് ആലോചിച്ചാൽ മതി. ബട്ടൺ ചെറുതല്ലേ. അപ്പോൾ ബട്ടൺ ചെറുതാന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? സൗത്ത് ബട്ടൺ. ഏറ്റവും ചെറുത് എന്നാന്ന് ചോദിച്ചാൽ ആൻഡമാനിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറുത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാസിരംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടത്. പിന്നെ ഏഷ്യൻ സിംഹങ്ങൾക്ക് പേര് കേട്ടത് ഗിർ. ആ സൗണ്ട് ആലോചിച്ചാൽ കിട്ടൂലേ. അപ്പോൾ ഗിർ വനങ്ങളാണ്. ഗുജറാത്തിലുള്ള ഗിർ വനങ്ങളാണ് ഏഷ്യൻ സിംഹങ്ങൾക്ക് പേര് കേട്ടത്.
പിന്നെ വെള്ളക്കടുവ നന്ദൻകാന എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലേ. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് എവിടെ നമ്മൾ പഠിച്ചു? അത് മധ്യപ്രദേശിലാണ്, 10 എണ്ണം. അപ്പൊ ഇങ്ങനെയും ചോദ്യം വരാം, മധ്യപ്രദേശിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ടെന്ന് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് പറയും? 10 ആണ് അല്ലേ, 10 എണ്ണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം ഏത്? അതേതാണ്? അത് മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ സെയ്ത് വിളകളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മാർച്ചിൽ വിളവിറക്കി ജൂണിൽ വിളവെടുക്കുന്നു. മാർച്ചിൽ നമുക്ക് ഖാരിഫ്, റാബി, സെയ്ത് ഇന്ന് സെറ്റാക്കാം കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് സെറ്റാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ മാർച്ചിൽ വിളവിറക്കി ജൂണിൽ വിളവെടുക്കുന്നു, അത് ശരിയാണല്ലോ. മാർച്ചിൽ വിളവിറക്കുന്നു, ജൂണിൽ വിളവെടുക്കുന്നു. വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. സാമാന്യ ബോധത്തിൽ മനസ്സിലാവും. മാർച്ചിൽ വിളവിറക്കുന്നു, ജൂണിൽ എടുക്കുന്നു. അപ്പോൾ എന്താണ്? വേനൽക്കാലാണ് അല്ലേ. ഏപ്രിൽ, മെയ് വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. ഈ വേനൽക്കാലം ആലോചിക്കുക, നമ്മുടെ വെക്കേഷൻ ആലോചിച്ചാൽ പോരെ. അപ്പോൾ ഏപ്രിൽ, മെയ് വേനൽക്കാലം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന വിളകൾ. എന്താണ്? മണ്ടത്തരാണ്. വേനൽക്കാല വിളകൾ എങ്ങനെ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യും? വേനൽക്കാല വിളകളല്ല മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. ഏതാണ്? മൺസൂൺ വിളകളാണ്. അതേതാണ്? അത് ഖാരിഫാണ് അല്ലേ. ഇത് വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ തെറ്റേതാണ്? 3 തെറ്റാണ്. ഇനി പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ സെയ്ത് വിളകൾക്ക് ഉദാഹരണമാണ്. ചെയ്തുവല്ല കേട്ടോ, സെയ്ത് വിളകൾക്ക് ഉദാഹരണമാണ്. ശരിയാണല്ലോ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പിന്നെ ഏതുണ്ട്? തണ്ണിമത്തനിലെ. തണ്ണിമത്തൻ പച്ചക്കറിയിൽ പെടും, പക്ഷെ തണ്ണിമത്തൻ ഒന്ന് എക്സ്ട്രാ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. തണ്ണിമത്തൻ എന്ന് എക്സ്ട്രാ പഠിക്കണം. തണ്ണിമത്തൻ ഏത് വിളയാണെന്ന് ചോദിച്ചാൽ അത് സെയ്ത് വിളയാണ്. പിന്നെ ഏതും കൂടി ഉണ്ട്, നമ്മൾ കാലിത്തീറ്റ. ഓക്കെ, കാലിത്തീറ്റകളും അത് കന്നുകാലിത്തീറ്റയും എന്തിന് ഉദാഹരണമാണ്? സെയ്ത് വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഖാരിഫ് വിളകൾ എപ്പോഴാണ് വിളവിറക്കുന്നത്? ജൂണിൽ വിളവിറക്കി. പിന്നെ എപ്പോഴാണ്? നവംബറിൽ വിളവെടുക്കുന്നു. ജൂൺ, നവംബർ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 3 മാസം തരാം, അത് മാത്രം നിങ്ങളോട് പഠിച്ചാൽ മതി. ജൂൺ, പിന്നെ നവംബർ, പിന്നെ മാർച്ച്. ഓക്കെ, ഇങ്ങനെ ഈ 3 മാസം മാത്രം നിങ്ങളിവിടെ അറിഞ്ഞു വെച്ചാൽ മതി. ഏതൊക്കെയാണ് 3 മാസം? ജൂൺ, നവംബർ, മാർച്ച്. അപ്പോൾ ഈ ജൂൺ മുതൽ നവംബർ വരെ ഇനി ഒന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കാം. ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ ഏതാണ്? ഖാരിഫാണ്. നവംബർ മുതൽ പിന്നെ നമ്മൾ പറഞ്ഞു മാർച്ച് പറഞ്ഞു അല്ലേ. നവംബർ മുതൽ മാർച്ച് വരെ റാബി വിളകളാണ്. ഓക്കെ, നവംബർ മുതൽ മാർച്ച് വരെ ഏതാണ്? റാബി വിളകളാണ്. പിന്നെ മാർച്ച് മുതൽ ജൂൺ വരെ ഏതാണ്? സെയ്ത് വിളകളാണ്. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. സെയ്ത് വിളകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നത് സെയ്ത് വിളകളാണ്. ഇനി നമുക്ക് ഖാരിഫ് വിളകളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പോഴാണ് വിളവിറക്കുന്നത്? ജൂണിലിറക്കി. പിന്നെ എപ്പോഴാണ്? നവംബറിൽ അല്ലേ. നവംബറിൽ വിളവെടുക്കുന്ന വിളകളാണ് ഏത്? മൺസൂൺ വിളകളായ ഖാരിഫ് വിളകൾ. അപ്പോൾ എന്ത് ഒരു പോയിന്റും കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണ്ടേ? മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഖാരിഫ് വിളകളാണ് അല്ലേ. ഖാരിഫ് വിളകളാണ് മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത്. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവ നമ്മൾ പറഞ്ഞല്ലോ. മഴയെ ആശ്രയിച്ച് ഏതാണ്? ഖാരിഫ് വിളകളാണ് നമ്മൾ പറഞ്ഞു. സാമാന്യ ബോധത്തിൽ ആലോചിച്ച് നോക്ക്. ജൂൺ മുതൽ നവംബർ വരെ. ഇപ്പോൾ ഈ മാസം ജൂൺ അല്ല, ഈ മാസം അടുത്ത മാസം ജൂൺ അല്ലേ. ഇപ്പൊ തന്നെ മഴ കണ്ടില്ലേ. അപ്പോൾ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് ഏതാണ്? അത് ഖാരിഫാണ്. അപ്പോൾ ജൂൺ മുതൽ ഏതാ ആലോചിക്കണം? ജൂണിൽ ഇനി നല്ല മഴയാവും. ഓക്കെ, അപ്പോൾ ജൂൺ ഏതാ ആലോചിക്കണം നിങ്ങൾ? മഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏതാണ്? മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് ഏതാണ്? അത് ഖാരിഫ് വിളകളാണ്. അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ ഏതാണ്? ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകൾ എന്താണ്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നു. ഇനി നമുക്ക് ആ വിളകൾ ഏതൊക്കെയാണ് പഠിക്കണ്ടേ? നിങ്ങളൊരു കോഡ് പഠിച്ചു വെക്കണേ. പനിച്ച. ഈ ച അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 2 ച അങ്ങനെ എഴുതിയാൽ മതി. പനിച്ച, എനക്ക്, പനിച്ച, എനക്ക്, സോയ മതി. പനിച്ച, എനക്ക്, സോയ മതി. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പ എന്താണ്?
പരുത്തിയാണ് കേട്ടോ. പ പരുത്തിയാണ്. പ പരുത്തിയാണ്. പ പരുത്തിയാണ്. പയറിൽ പോകരുത്. പ പരുത്തിയാണ്. പയർ എന്താണ്? റാബി വിളകളാണ് കേട്ടോ. പയർ റാബി വിളകളാണ്. ഇവിടെ പ എന്താണ്? പരുത്തിയാണ്. നീ എന്താണ് നമുക്ക് കിട്ടും? നീ വെച്ചിട്ട് ഒറ്റ ഒന്ന് ആലോചിച്ചാൽ കിട്ടുള്ളൂ. ഏതാണ്? നിലക്കടല. ഇനി വേറെ കിട്ടുന്നു പറഞ്ഞിട്ട് കമന്റ് ഇടണ്ട. നിലക്കടല ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിലക്കടല ആലോചിക്കുക. പനിച്ച. പ എന്താണ്? പരുത്തി. പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അല്ലേ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പിന്നെ നീ എന്താണ്? നിലക്കടലയാണ്. ച ഞാൻ പറഞ്ഞു 2 ചായ എഴുതാവും ബെറ്റർ. നിങ്ങൾ കോഡ് എഴുതി വെക്കുമ്പോൾ 2 ചായ എഴുതി വെച്ചോ. അതെന്തിനാണ്? ചായ എന്താണ്? ഒന്ന് ചണം. ഓക്കെ, ഒന്ന് ചണം. അതെന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ചണമല്ലേ. അപ്പോൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തി. ഓക്കെ, പിന്നെ ഒരു ചായ എന്തിനാവും? അത് ചോളമാണ് കേട്ടോ. പിന്നെ ഒരു എന്താണ്? ചായ എന്തിനാണ്? ചോളം. അപ്പൊ പ എന്താണ്? പരുത്തി. നീ എന്താണ്? നിലക്കടല. ചായ എന്താണ്? ഒരു ചാ ചണവും ഒരു ചാ ചോളവുമാണ്. പിന്നെ എ എന്താണ്? എള്ള്. ഓക്കെ, ന എന്താണ്? നെല്ല്. എനക്ക് എന്നാണ്? എനക്ക് സോയ മതി. ഈ കാ എന്താണ്? കാ കരിമ്പാണ് കേട്ടോ. കാ കരിമ്പ്. സോയ. സോയ എന്താണ്? സോയ മതി എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. സോയ എന്താ നിങ്ങൾക്ക് കിട്ടും? സോയാബീനാണ്. പിന്നെ മഞ്ഞളാണ്. മഞ്ഞളും. തിനവിളകളും. തിനവിളകളും. അപ്പോൾ ഒന്ന് നോക്കാം. ഇനി കോഡ് വെച്ചുള്ളത് മാത്രം നോക്കാം. മീൻസ് കോഡ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പനിച്ച, എനക്ക്, സോയ മതി. ഇതാണ് നിങ്ങൾക്കുള്ള കോഡ്. അതിൽ പ എന്താണ്? പ പരുത്തി. പരുത്തി. പിന്നെ ഏത് പറഞ്ഞു? പനി. നിലക്കടല. ച ഒരു ച എന്താണ്? ചണം. പിന്നെ ഒരു ച ചോളം. പനിച്ച. എനക്ക് എ എന്താണ്? എള്ള്. എള്ള്. നെക്ക് നെല്ല്. ക എന്താണ്? കരിമ്പ്. പിന്നെ ഇത് എനക്ക് സോയ. സോയാബീനാണ്. അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോയ മതി. മതി എന്താണ്? മഞ്ഞളും. മഞ്ഞൾ. പിന്നെ ഏതാണ്? തിനവിളകൾ. തിനവിളകൾ. ഓക്കെ, തിനവിളകൾ ഏതൊക്കെയാണ്? ബജ്റ, ജോവർ, റാഗി. ഓക്കെ, ബജ്റ, ജോവർ, റാഗിയാണ് തിനവിളകൾ. ഓക്കെ, റാഗിയാണ് കേട്ടോ. റാബി എന്ന് പോയി പറയരുത്. റാബി എന്താ? വിളകളുടെ പേരാണ്. റാബി വിളകൾ. ഓക്കെ, അതിലാണ് ബാർലി. അതിന് നിങ്ങൾക്ക് ഒരു കണക്ഷൻ തരവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് റാബി എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഖാരിഫ് കിട്ടിയല്ലോ. ഖാരിഫ് എന്താണ്? ജൂണിൽ വിളവിറക്കുന്നു, നവംബറിൽ വിളവെടുക്കുന്നു. ജൂൺ മുതൽ നവംബർ വരെ. ഓക്കെ, ജൂൺ മുതൽ നവംബർ വരെയാണ് ഖാരിഫ് വിളകളുടെ കാലഘട്ടം എന്തായാലും അറിഞ്ഞിരിക്കണം. ജൂൺ മുതൽ നവംബർ വരെ. അത് കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ്. ഞാൻ പറഞ്ഞു 3 മാസം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ 3 മാസത്തിനെ കണക്ട് ചെയ്യുക. ജൂൺ, നവംബർ, മാർച്ച്. ആദ്യം ജൂണിൽ നിന്ന് നവംബർക്ക് പോവുക, പിന്നെ നവംബറിൽ നിന്ന് മാർച്ചിക്ക് പോവുക, പിന്നെ മാർച്ചിൽ നിന്ന് പിന്നെയും ജൂണിലേക്ക് വരിക. ഈ 3 മാസം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്ര കാലം നിങ്ങൾ വിചാരിച്ചു ഇതെങ്ങനെ ഈ മാസങ്ങളൊക്കെ പഠിച്ചു നോക്കും. നിങ്ങൾ അങ്ങനെ ആലോചിക്കണ്ട. ആകെ ഈ 3 മാസമല്ലേ എനിക്ക് പഠിക്കാനുള്ളൂ. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്താൽ പോരെ. ആദ്യം ഖാരിഫാണ് വരുന്നത് നമുക്കറിയാം. ഖാരിഫ്, റാബി, സെയ്ദ് ഓർഡറിൽ തന്നെ നമ്മൾ എപ്പോഴും വായിക്കാറുള്ളത്. അപ്പോൾ ഖാരിഫ് എപ്പോഴാണ്? ജൂൺ മുതൽ നവംബർ വരെ. പിന്നെ നമ്മൾ ഏത് മാസം പഠിച്ചത്? നവംബർ കഴിഞ്ഞ് മാർച്ചാണ് പഠിച്ചത്. അപ്പോൾ നവംബർ മുതൽ മാർച്ച് വരെ ഏതാണ്? റാബി വിളകളാണ്. മാർച്ച് മുതൽ ജൂൺ വരെ പിന്നെയും ഏതാണ്? അത് സെയ്ദ് വിളകളാണ് അല്ലേ. അപ്പോൾ അത് സെറ്റായല്ലോ. പിന്നെ എന്ത് വിളകൾ എന്നാണ് അറിയപ്പെടുന്നത്? മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖാരിഫ് വിളകളാണ്. സെറ്റല്ലേ? മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഖാരിഫ് വിളകളാണ്. അപ്പോൾ അതും കിട്ടി. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നു. നമുക്കറിയാം ഈ സമയത്താണ് മഴ പെയ്യുന്നത്. ജൂൺ മുതൽ നവംബർ വരെ മഴയുടെ കാലമാണ്. ഓക്കെ, അപ്പോൾ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സാമാന്യ ബോധം വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? ഖാരിഫാണ്. ഇനി നമുക്ക് കൂടുതലും ലോജിക്കലി ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ ലോജിക്കലി ആലോചിച്ചാൽ എത്രയോ ആൻസർ നമുക്ക് സിമ്പിളായി കിട്ടും. ഒരുപാട് നമ്മളത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ സെയ്ത് വിളകളിലാണ് കൊടുത്തിരിക്കുന്നത്. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നു. സെയ്ത് വിളകൾ ആദ്യത്തെ പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വേനൽ വിളകളാണ്. അല്ലെങ്കിൽ മാസം നമുക്കറിയാലോ. ഏതാണ്? മാർച്ച് മുതൽ ജൂൺ വരെയല്ലേ. മാർച്ച് മുതൽ ജൂൺ വരെയാണ്. ആ സമയത്ത് എന്താണ്? മാർച്ച്, ഏപ്രിൽ, മെയ് വേനൽക്കാലമാണ്. ഏപ്രിൽ, മെയ് വേനൽക്കാലമല്ലേ. അപ്പോൾ വേനൽക്കാലത്ത് എന്ത്? മഴ. വേനൽക്കാലത്ത് എന്താ? ജലസേചനമാണ്. ജലസേചനത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെയ്ത് വിളകളാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ച എത്ര പോയിന്റ് നമുക്ക് ക്ലിയർ അല്ലേ? ഖാരിഫ് കാലഘട്ടം എപ്പോഴാണ്? ജൂൺ മുതൽ നവംബർ വരെ അല്ലേ. ജൂൺ മുതൽ നവംബർ അത്ര ആലോചിച്ചാൽ മതി. ജൂണിൽ വിളവിറക്കുന്നു, നവംബറിൽ വിളവെടുക്കുന്നു. അത്ര ക്ലിയർ അല്ലേ? ഓക്കെ, മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നു. മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. സാമാന്യ ബോധം മതിയില്ലേ. ഓക്കെ, അതും കിട്ടി. പിന്നെ നമ്മളൊരു കോഡ് നമ്മൾ പഠിച്ചിരുന്നു. പനിച്ച, എനക്ക്, സോയ മതി. ഓക്കെ, പനിച്ച, എനക്ക്, സോയ മതി. എന്താണ്? പരുത്തിയാണ്. പരുത്തി എന്താണ് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പിന്നെന്താണ്? നീ നിലക്കടലയാണ് അല്ലേ. നീ നിലക്കടല. ഒരു ചണമാണ്. ചണം എന്താണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചണമല്ലേ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. പിന്നെ ഒരു എന്താണ്? ചോളമാണ്. പിന്നെ ഒരു ചോളം. പനിച്ച, എള്ള്. വെച്ചിട്ട് എള്ള് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, എള്ള് അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. എള്ള്. പിന്നെന്താണ്?
നെല്ല്, എനക്ക് നെല്ല്, കരിമ്പ്, പിന്നെ ഏതാണ് സോയാബീൻ, പിന്നെ ഏതാ സോയാബീൻ കഴിഞ്ഞാൽ സോയാ മതി. അതിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു മഞ്ഞൾ. ഓക്കെ, മഞ്ഞൾ അല്ലേ, മഞ്ഞൾ അല്ലേ, തമിഴിൽ മഞ്ഞൾ എന്നല്ലേ പറയാ ആണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ മഞ്ഞൾ ഏതാണ് മഞ്ഞൾ മഞ്ഞൾ. തിനവിളകൾ 3 തീൻ. ഏതൊക്കെയാണ് 3? ബജ്റ, ജോവർ, റാഗി. ഓക്കെ, ബജ്റ, ജോവർ, റാഗി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഖാരിഫുള്ള സെറ്റ് ആയല്ലോ. ഇനി റാബി വിളയിലുള്ളത്, അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞു ജൂൺ മുതൽ നവംബർ വരെ ഖാരിഫ് ആണെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെ അല്ലേ റാബി. ഓക്കെ, അപ്പൊ റാബി വിളകൾ എത്രയാണ്? നവംബർ മുതൽ മാർച്ച് വരെ. അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. കോഡൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കോഡ് പഠിക്കരുത്. ഒരു കോഡ് പഠിച്ചവരാണെങ്കിൽ ഈ കോഡിലേക്ക് പിന്നെ ആശ്രയിക്കാൻ നിൽക്കരുത്. 2 കോഡും കൂടി മിക്സ് ആവും, പിന്നെ കൊള്ളാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കോഡ് പഠിച്ചാൽ മതി. ഈ കോഡാണ് നിങ്ങൾക്ക് ഓക്കെങ്കിൽ ഈ കോഡ് എടുത്ത് പഠിക്കുക. ഇതിന് മുമ്പ് ഒരു കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കോഡ് എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നവംബർ മുതൽ മാർച്ച് വരെ. ഡിസംബർ ആലോചിച്ചാൽ എന്താണ്? തണുപ്പാണ്. അപ്പോൾ എന്താണ്? ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് റാബിയാണ്. ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നത് റാബിയാണ്. പിന്നെ എന്താണ്? കുറഞ്ഞ ഊഷ്മാവ് മതി. അതാണ് ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുറഞ്ഞ ഊഷ്മാവ്, സാമാന്യ ബോധം പോരെ. ശൈത്യകാലം കുറഞ്ഞ ഊഷ്മാവല്ലേ, അപ്പൊ കുറഞ്ഞ ഊഷ്മാവിൽ കൃഷി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് റാബിയാണ്. ഓക്കെ, പെട്ടെന്ന് കയറി ആൻസർ ചെയ്ത് ഒരു സാമാന്യ ബോധത്തിൽ ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റാബിയാണ്. പിന്നെ ഏതാണ്? പിന്നെ അതിൽ നമുക്ക് എന്താണ് അതിലത്തെ വിളകളാണ് പഠിക്കാനുള്ളത് അല്ലേ. വിളകൾ പഠിക്കാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മൾ ഇത് പഠിച്ചു ഏതാ? പനിച്ച എനക്ക് സോയ മതി. ഖാരിഫ് വിളകൾ നമുക്ക് പഠിച്ചു. സെയ്ത് വിളകൾ സിമ്പിളാണ്. ആകെ 2 നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൂ, പഴങ്ങളും പച്ചക്കറികളും. അതിൽ പിന്നെ തണ്ണിമത്തൻ ഞാൻ എക്സ്ട്രാ പറഞ്ഞത്, പിന്നെ കാലിത്തീറ്റ. ഇത് മാത്രം അറിഞ്ഞാൽ ബാക്കിയെല്ലാം ഏത് വിളകളാണ്, ബാക്കി ഏത് ഓപ്ഷൻ തന്നാലും ഏത് വിളകളാണ്? അത് റാബി വിളകളാണ്. ഓക്കെ, റാബി വിളകൾ. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒറ്റ സാധനം ബാർലിയാണ്. പിന്നെ ഗോതമ്പ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം എന്ത് വിളയാണ്? റാബി വിളകളാണ്. ഓക്കെ, റാബി വിളകളാണ്. ഓക്കെ, ഇനി ഡൗട്ട് വരാനുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ബാർലി ആണെന്ന്. അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. റാബി വിളകളല്ലേ, RAB, റാബി, ഐ ഇടുന്നില്ല. ഓക്കെ, ഇനി RABനെ ഒന്ന് തിരിച്ചിട്ട് നോക്കുക, ഇങ്ങോട്ടൊന്ന് കൊടുത്ത് നോക്ക്. BAR, ഇത് വെറും ബാറാണ്, ഇത് ബാർലിയാണ്. ഓക്കെ, അപ്പൊ റാബി വിളയാണ് ബാർലി. അപ്പോൾ ബാർലി എന്ത് വിളയാണെന്ന് ചോദിച്ചാൽ എന്താണ്? റാബി വിളയാണ്. അപ്പോൾ ഈ 2 മീൻസ് ഖാരിഫ് വിളകളും സെയ്ത് വിളകളും നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഖാരിഫ് വിളകളും സെയ്ത് വിളകളും അറിഞ്ഞു വെച്ചാൽ ബാക്കിയൊക്കെ കിട്ടും. ഇനി വേണമെങ്കിൽ അത് പറഞ്ഞുതരാം, ഏതൊക്കെ വിളകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോ. ആദ്യം നിങ്ങൾ ഏത് പഠിക്കണം? മെയിൻ സാധനം ഗോതമ്പാണ് അല്ലേ, ഗോതമ്പ്. ഓക്കെ, ഇത് ഗായല്ല അല്ലേ, ഗോതമ്പ്. പിന്നെ ഏത് ഞാൻ പറഞ്ഞു? ബാർലി അല്ലേ, റാബി, ബാർലി, റാബ് തിരിച്ചിട്ട ബാറ്. ഓക്കെ, ബാർലി. പിന്നെ നമ്മൾ പഠിക്കണം, ഇതിന് വേണമെങ്കിൽ ഒരു കോഡ് തരാം, ഗോബ കടുക് വറക്കാന്നുള്ളൊരു കോഡ് ഉണ്ട്, പക്ഷെ അത് വേണ്ട. ഓക്കെ, പിന്നെ ഗോതമ്പ്, ബാർലി, ബാലി അല്ല ബാർലി, ഗോതമ്പ്, ബാർലി. പിന്നെ ഏതാണ്? ഗോപ കടുക് വറക്കാം. പയറുവർഗ്ഗങ്ങൾ, പയർ ഏതിൽ പെടും? ഇതിലാണ് കേട്ടോ, റാബി വിളകളാണ്. പിന്നെന്താ? കടുക് വറക്കണ എന്തില്ല? എണ്ണക്കുരുക്കൾ. ഓക്കെ, എണ്ണ ആലോചിച്ചാൽ മതി, എണ്ണക്കുരുക്കൾ. ഓക്കെ, ഇതിലാണ് പെടുക കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഏതിലാണ് പെടുക? അതൊക്കെ റാബി വിളകളാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് വെച്ചോ. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് ഖാരിഫ് വിളകൾ നമുക്ക് അറിയാം. പനിച്ച എനക്ക് സോയ മതി, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഖാരിഫ് വിളകളും പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനുള്ളതാണ് സെയ്ത് വിളകൾ. അത് സിമ്പിളാണ്. സെയ്ത് വിളകൾ ആകെ പഴം, പച്ചക്കറി. പിന്നെ എന്താണ്? തണ്ണിമത്തൻ ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞതാണ്, അത് എന്തിൽ പെടുന്നതാണ്? പഴങ്ങളിൽ പെടുന്നതാണ് തണ്ണിമത്തൻ. അപ്പോൾ അത് വേറെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? കാലിത്തീറ്റകളാണ്. അതും സാമാന്യത്തിലൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അതൊക്കെ ഏതിലാണ്? വേനൽക്കാല വിളകളിലാണ് അല്ലേ സെയ്ത്. ഇനി നമുക്ക് സെയ്ത് നോക്കാം. സെയ്ത് നമ്മൾ പോയിന്റുകൾ നോക്കിയതാണ് അല്ലേ. സെയ്ത് വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. പിന്നെ ഏത് തൊട്ടിട്ട് ഏത് വരെയാണ്? മാർച്ച് മുതൽ ജൂൺ വരെയാണ്. എഴുതണോ? മാർച്ച് മുതൽ ജൂൺ വരെയാണ് കേട്ടോ, മാർച്ച് മുതൽ ജൂൺ വരെ. അപ്പോൾ നമുക്കറിയാം അത് എന്ത് വിളകൾ എന്നറിയപ്പെടുന്നു? സാമാന്യമായിട്ടും വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. മഴയെ ആശ്രയിച്ച് ജീവിക്കൂല, മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യൂല. കാരണം എന്താ? അത് വേനൽക്കാല വിളകളാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പോയിന്റ് എന്ത് എഴുതണം? ജലസേചനത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സെയ്ത് വിളകളാണ്. അപ്പോൾ അതൊരു പോയിന്റ് അല്ലേ, ജലസേചനത്തെ ആശ്രയിച്ച്. പിന്നെ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് പച്ചക്കറികളാണ്. ഏതൊക്കെയാണ്?
പഴം പച്ചക്കറി സോറി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഴം പച്ചക്കറികൾ, പിന്നെ ഏതാണ് തണ്ണിമത്തൻ, പിന്നെ കാലിത്തീറ്റ. അത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഖാരിഫ് റാബി സെയ്ദ് സെറ്റായില്ലേ. ഇത് നിങ്ങൾക്ക് കാലഘട്ടം പേടില്ലല്ലോ, കാരണം ഖാരിഫ് വിളകളുടെ കാലഘട്ടം ചോദിച്ചാൽ പലർക്കും അത് ഭയങ്കര എത്ര കാണാതെ പഠിച്ചാലും മനസ്സിലിരിക്കില്ല. പറയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 3 മാസം നിങ്ങൾ പഠിക്കുക. ജൂണിൽ തുടങ്ങാന്ന് ഇനി എങ്ങനെ ആലോചിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്താ, ജൂണിലാണ് സ്കൂൾ തുറക്കുക. അപ്പോൾ ജൂണിൽ തുടങ്ങുക. ജൂൺ മുതൽ മാർച്ച് വരെ അല്ലേ അല്ല സോറി ജൂൺ മുതൽ നവംബർ വരെ, നവംബർ മുതൽ മാർച്ച് വരെ, അങ്ങനെയല്ലേ പോകണത്. ജൂൺ മുതൽ നവംബർ വരെ, നവംബർ മുതൽ മാർച്ച് വരെ. അപ്പോൾ 3 മാസങ്ങൾ പഠിക്കുക. ജൂണ്, പിന്നെ അത് നവംബർ, പിന്നെ അടുത്തത് മാർച്ച്. ഓക്കെ, ജൂണ് നവംബർ മാർച്ച്. ജൂൺ മുതൽ നവംബർ വരെ. ആദ്യം നമ്മൾ ഏത് പഠിച്ചു? ഖാരിഫ് പഠിച്ചു. പിന്നെ ഏതാണ് ഇവിടെ റാബി പഠിച്ചു. റാബി എന്താ, നവംബർ മുതൽ മാർച്ച് വരെ. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരിക, അത് ഏതാണ്, അത് സെയ്ദ് വിളകളാണ്. ഓക്കെ, ഖാരിഫ് റാബി സെയ്ദ്. അപ്പം അത്ര പോയിന്റുകൾ ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ സാമാന്യബോധം. ഓക്കെ, ഈ മാസങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ബാക്കി ഫുള്ള് നിങ്ങൾക്ക് സാമാന്യബോധം അല്ലെങ്കിൽ ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ അത്ര പഠിച്ചു വെച്ചല്ലോ, സെറ്റ് അല്ലേ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, അത് നിങ്ങൾക്ക് മടുപ്പ് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിന്റെ pH വാല്യൂ കണ്ടെത്തുക. സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമല്ലേ pH വാല്യൂ. അത് പഠിക്കാനും കുറച്ച് പ്രശ്നം ഉണ്ടാവും. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, രക്തത്തിന്റെ pH വാല്യൂ. ഈ 7ൽ താഴെ എന്താണ് അറിയപ്പെടുന്നത്? 7ൽ താഴെ ആസിഡ് സ്വഭാവമുള്ളതാണ് അല്ലേ അറിയില്ലേ? pH വാല്യൂ 7ൽ താഴെ ആസിഡ് സ്വഭാവമാണ്. 7ൽ താഴെ. 7ന് മുകളിലാണെങ്കിലോ അതെന്താണ്, ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണ് അല്ലേ? ബേസിക് സ്വഭാവമാണ്. ഇനി ഈ pH സ്കെയിൽ കണ്ടെത്തിയതാരാ? pH വാല്യൂ അല്ല, pH സ്കെയിൽ അളവെടുക്കണ്ടേ? pH സ്കെയിൽ കണ്ടെത്തിയതാരാ? അത് സോറൻസൺ ആണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആരാണ്? സോറൻസൺ ആണ് എന്ത് pH സ്കെയിൽ കണ്ടെത്തിയത്. ഇനി നമുക്ക് എന്ത് പഠിക്കണം? ഇനി pH വാല്യൂ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. ആദ്യം താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിന്റെ pH വാല്യൂ കണ്ടെത്തുക. രക്തത്തിന്റെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 7.4 ആണ്. അപ്പോൾ ഇതേതാ? 7 ഏതാ? 7 സാമാന്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ശുദ്ധമായ എന്തോ സാധനമാണ്. കാരണം എന്താ, 7ൽ താഴെ ഉള്ളത് നമ്മൾ പഠിച്ചു. ഏതാണ്? 7ൽ താഴെ ആസിഡ് സ്വഭാവമാണ്. 7ൽ മുകളിൽ എന്താണ്, ആൽക്കലി സ്വഭാവമാണ്. അപ്പോൾ ഒന്നിലും പെടാതെ ഈ 7 അവിടെ നിൽക്കുന്നുണ്ടല്ലോ. 7 എന്താ? ശുദ്ധജലം. ഓക്കെ, ശുദ്ധജലത്തിൻ്റെയാണ് 7. അപ്പോൾ സാമാന്യ ബോധത്തിൽ കിട്ടാനുള്ളതുള്ളൂ എന്ത്? 7 എന്താണ്? ശുദ്ധജലമാണ്. 7 ശുദ്ധജലം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. 7 ശുദ്ധജലം. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? 7.4 ഏതാണ്? 7.4 ആലോചിക്കണം. 7.4 എന്താണ്? രക്തത്തിൻ്റെ 7.4 ആണ്. പിന്നെ ഈ 6.5 മുതൽ 7.5 വരെ ഏതാണ്? 6.5 മുതൽ 7.5 വരെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 6.5 മുതൽ 7.5 വരെയാണ് കുടിവെള്ളം. ഓർത്ത് വെച്ചോ, 6.5 മുതൽ 7.5 വരെയാണ് കുടിവെള്ളം. ഓക്കെ, കുടിവെള്ളം, ശുദ്ധജലമല്ല, കുടിവെള്ളം. അപ്പോൾ ശുദ്ധജലം അല്ലേ നമ്മൾ കുടിക്കുന്നത് ആലോചിക്കും? അല്ല, കുടിവെള്ളം. അത്ര ആലോചിച്ചാൽ മതി. ശുദ്ധജലത്തിന്റെ 7 ആണ്. ശുദ്ധജലം 7 ആണ്. രക്തത്തിന്റെ 7.4 ആണ്. കുടിവെള്ളം 6.5 മുതൽ 7.5 വരെ വരും. ഓക്കെ, 6.5 മുതൽ 7.5 വരെ വരും. ഓക്കെ, 6.5 മുതൽ 7.5 വരെ വരും. ഇനി ഈ സാധനം ശുദ്ധജലം കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ വായിൽ എന്തുണ്ടാവും? ഉമിനീരുണ്ടാവും അല്ലേ? ഉമിനീര്. അപ്പോൾ ഉമിനീരിൻ്റെ എത്രയെന്ന് ചോദിച്ചാൽ ഒന്നുകൊണ്ട് കുറയും. 6.5 മുതൽ 7.4 വരെ. കണക്റ്റ് ആയോ അല്ലേ? വെള്ളം ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഉമിനീരാകുമ്പോൾ അതിന് ഒന്ന് കുറയും. ഓക്കെ, വെള്ളത്തിൽ നിന്ന് ഒന്ന് കുറയും. അപ്പോൾ 6.5 മുതൽ 7.4 വരെ. 6.5 മുതൽ 7.5 വരെയാണ് കുടിവെള്ളം. പിന്നെ നമ്മളിത് കടൽ വെള്ളം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോട്ടോ. കടൽ വെള്ളം 8 ആണ്. കടൽ വെള്ളം 8 ആണ്. കടൽ ജലം 8 ആണ്. ഓക്കെ, കടൽ വെള്ളം 8 ആണ്. അറിഞ്ഞോ? ഇനി പറ്റണമൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്ത് പറഞ്ഞു? 7 എന്താണ്? 7 ശുദ്ധജലം. പിന്നെ ഇതെന്താണ്? കുടിവെള്ളം. കുടിവെള്ളം പിന്നീട് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ എന്താവും? ഉമിനീരാവും അല്ലേ? കുടിവെള്ളം ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ഉമിനീര് വായിൽ ഉണ്ടാക്കുമ്പോൾ ഈ കുടിവെള്ളം എന്തായിട്ട് മാറും? ഒരെണ്ണം കുറഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അതാണ് ആവണമെന്നല്ല, അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? 6.5 മുതൽ 7.4 കിട്ടും. 6.5 മുതൽ 7.5 വരെ എന്താണെന്ന് നമുക്ക് അറിയാം. ഏതാണ്? അത് കുടിവെള്ളമാണ്. 7.4 വരെ ആകുമ്പോൾ അതെന്താവും? അത് ഉമിനീരാവും. പിന്നെ ഈ 4.2 എന്താ? 4.2 എന്താ? വിനാഗിരിയാണ് കേട്ടോ. 4.2 വിനാഗിരിയാണ്. 4.2 വിനാഗിരി. 4.2 വിനാഗിരി. 4.2 വേറൊന്നും കൂടി ഉണ്ട്, തക്കാളി നീര്. അപ്പോൾ തക്കാളി നീരും വിനാഗിരിയും ഒരേപോലെയാണ്. തക്കാളി നീരും വിനാഗിരിയാണ് 4.2. 4.2 വിനാഗിരി. 7.4 ഏതാണ്? നമ്മൾ പഠിച്ചു, രക്തമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രക്തം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശുദ്ധജലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുടിവെള്ളം നമ്മൾ പഠിച്ചല്ലോ, 6.5 മുതൽ 7.5 വരെ. ഇനി ഞാൻ കുറച്ചെണ്ണം കൂടി തരാം. ഒന്ന് മിൽക്ക് അറിഞ്ഞു വെച്ചോ. മിൽക്ക് 6.5. മിൽക്കാണ് 6.5. പിന്നെ കോഫി 5.5. പിന്നെ ഏതാ? ടീ
ഇതൊക്കെ നോട്ട് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ അതിൻ്റെ നോട്ട് ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ടി 5 ആണ്, ടി 5. പിന്നെ കുടിവെള്ളം നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് 6.5 മുതൽ 7.5 വരെ. പിന്നെ സീ വാട്ടർ നമ്മൾ പറഞ്ഞു 8 ആണ്. സീ വാട്ടർ അല്ലെങ്കിൽ കടൽ വെള്ളം എത്രയാണ്? 8 ആണ്. പിന്നെ പ്യുവർ വാട്ടർ പറഞ്ഞു നമ്മൾ 7 ആണ്. പിന്നെ മഴവെള്ളം ഒന്ന് അറിഞ്ഞു വെച്ചോ, മഴവെള്ളം 6 ആണ്. മഴവെള്ളം 6 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആലോചിക്കാം? മഴക്കാറ്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കാറ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയോ? എന്നുള്ള ഒരു സാധനം ചിലപ്പോൾ അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര പയറ് വർഷം 2016 ആണ് കേട്ടോ. 2016 അന്താരാഷ്ട്ര പയറ് വർഷം. ഗാർഹിക പീഡനം നിലവിൽ വന്നത് എപ്പോഴാണ്? ഗാർഹിക പീഡന നിയമം 2006 അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും ഒരു കണക്ഷൻ ഉണ്ടാവും. പിന്നെ പട്ടിക 6 എന്താണ്? ഗോത്രവർഗ്ഗങ്ങളാണ് അല്ലേ? ഗോത്രവർഗ്ഗങ്ങളാണ് പട്ടിക 6 പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഗോത്രവർഗ്ഗങ്ങൾ 6. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു 6 എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. എന്നാൽ എല്ലാത്തിലും ഉണ്ടാവും ഞാൻ പറയുന്നില്ല, ഇനി അത് പറഞ്ഞിട്ട് പോയി തെറ്റിക്കാൻ നിൽക്കണ്ട. ഓക്കെ, എന്നാലും ഭൂരിഭാഗം എണ്ണത്തിലും ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ ഭൂരിഭാഗം എണ്ണത്തിലും അതിലൊരു കോഡ് തരാറുണ്ട് 6 വെച്ച് കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ 6 എന്തുകൊണ്ട് കണക്ട് ചെയ്തു? മഴക്കാറ് 6. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, യൂറിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും യൂറിൻ മൂത്രം എന്നല്ലേ പറയാം, അവിടെ 6 ഇല്ലേ? അപ്പോൾ 6 വെച്ചിട്ട് അതും കണക്ട് ചെയ്തൂടെ? അപ്പോൾ യൂറിൻ, മൂത്രം, ഇത് രണ്ടും 6 ആണ്. ഇനി ദഹനരസം പഠിച്ചു വെച്ചോട്ടോ. 1.2 ആണ് ദഹനരസം. ഉമിനീര് നമ്മൾ പറഞ്ഞു 6.5 മുതൽ 7.4 വരെയാണ്. പിന്നെ ഒന്ന് നമ്മൾ പഠിക്കാനുള്ളത് നാരങ്ങാവെള്ളമാണ്. നാരങ്ങാവെള്ളം 2.4 ആണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? വിനാഗിരി നമ്മൾ പഠിച്ചു അല്ലേ? 4.2 ആണ്. വിനാഗിരിയും തക്കാളി നീരും 4.2 ആണ്. ആരാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്? പറയൂ, ആരാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്? pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ. ഇനി ആ പേര് മറക്കരുത് കേട്ടോ, ചോദ്യം വരും. ഓക്കെ, പ്രതീക്ഷിച്ച് പോവുക. സോറൻസൺ. കാരണം എന്താ? PSC കുറേ വട്ടമായി റിപ്പീറ്റ് ചെയ്തിട്ട് pH വാല്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. pH വാല്യൂ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുമ്പോൾ അതിനോടുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? pH വാല്യൂ മാത്രം പഠിക്കും. അപ്പോൾ PSC എന്ത് ചെയ്യും? ഈ pH വാല്യൂവിൽ ഇവർ വാല്യൂ അല്ലാതെ ഈ സാധനം പഠിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് തരും? ആരാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്? അതാരാണ്? സോറൻസൺ ആണ്. അപ്പോൾ ആ പേര് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി ചോദ്യം അങ്ങനെ വന്നിട്ട് അത് വെറുതെ അതിൻ്റെ മാർക്ക് കളയാൻ നിൽക്കണം. ചിലപ്പോൾ എല്ലാവരും pH വാല്യൂ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ചതാവും, എന്നിട്ട് പോയിട്ട് ഇത് അറിയാത്തതുകൊണ്ട് മാർക്ക് കളയും. അപ്പോൾ ആരാണ്? സോറൻസൺ ആണ്. എന്താ pH എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 7 താഴെ, അതും ചോദ്യം വരില്ലേ? 7 താഴെ ആസിഡ് സ്വഭാവം, 7 മുകളിൽ ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 7 എന്താണ്? 7 ശുദ്ധജലം, 6.5 മുതൽ 7.5 വരെ കുടിവെള്ളം. അപ്പോൾ 6.5 മുതൽ 7.4 വരെ എന്താ? കുടിവെള്ളം. പിന്നെ എന്താവും? ഉമിനീരാവും. 4.2 എന്താണ്? വിനാഗിരിയാണ്. വിനാഗിരിയും തക്കാളി നീരും 4.2 ആണ്. 7.4 എന്താണ്? രക്തമാണ് അല്ലേ? പിന്നെ നമ്മൾ ഏത് പഠിച്ചു? 6 മഴക്കാറ് അല്ലേ? മഴക്കാറ് 6 അല്ലേ? അവിടെ കണക്ട് ചെയ്തൂടെ മഴക്കാറ്? പിന്നെ ഒന്നുകൂടി പഠിച്ചു മൂത്രം അല്ലെങ്കിൽ യൂറിൻ 6. അതിലും ഒരു 6 ഉണ്ട് അല്ലേ? അപ്പോൾ 7 നമുക്കറിയാം ശുദ്ധജലമാണ്. 7 മറക്കരുത് കേട്ടോ, സാമാന്യ ബോധം മതി. ശുദ്ധജലം 7 താഴെ ആസിഡ്, 7 മുകളിൽ ആൽക്കലി. ഓക്കെ, അപ്പോൾ 7 എന്താണ്? ശുദ്ധജലമാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും പഠിച്ചോ? ഏതെങ്കിലും വിട്ടുപോയോ പറയാൻ? 4.2 നമ്മൾ പറഞ്ഞു അല്ലേ? ഏതാണ്? വിനാഗിരിയാണ്. 4.2 402 അല്ലേ ഇട്ടത്? പോയിന്റ് ഇട്ടതാ. 4.2 വിനാഗിരി. 1.2 ഏതാണ്? ദഹനരസം. 1.2 ദഹനരസം. പിന്നെ നാരങ്ങാവെള്ളം 2.4. പിന്നെ കോഫി നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ആദ്യം നമ്മൾ മിൽക്ക് പറഞ്ഞു 6.5. ഓക്കെ, മിൽക്ക് പിന്നെ കോഫി ആയപ്പോൾ 5.5 ആയി. പിന്നെ ടീ ആയപ്പോൾ വെറും 5 ആയി. ഓക്കെ, അപ്പോൾ അത്ര കണക്റ്റ് ആയല്ലോ. അപ്പോൾ അത്ര ഭാഗങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. അതിൽ സാമാന്യ ബോധം കൊണ്ട് പഠിക്കാനുള്ള ഒന്നുണ്ട് നമുക്ക്. ഏതാണ്? ശുദ്ധജലമുണ്ട് അല്ലേ? 7. പിന്നെ മഴക്കാറ് 6, കടൽ വെള്ളം 8. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു തോണി എടുത്ത്, നമുക്ക് ആർക്കും അങ്ങനെ തോണി തുഴയാനൊന്നും നേരെ അറിയില്ല. അപ്പോൾ നമ്മളൊരു തോണി എടുത്ത് കടലിൻ്റെ നടുക്കട പോവുകയാണ്. പിന്നെ എന്തായി? 8ന്റെ പണി കിട്ടും. അത്ര ആലോചിച്ചാൽ മതി. 8ന്റെ പണി കിട്ടും എന്ന് ആലോചിച്ചാൽ എന്തായി? 8 കടലിൽ പോയാൽ 8ഉം പൊട്ടും തിരിയാതെ അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായി? 8ന്റെ പണി കിട്ടും. അപ്പോൾ ആ 8 അവിടെ കണക്റ്റ് ആയല്ലോ. 8 കടൽ വെള്ളമാണ്. അപ്പോൾ ഇനി അവിടെ പോയ ആലോചിക്കാലോ, താഴെ തന്നിരിക്കുന്നതിൽ pH വാല്യൂ 8 എന്തിൻ്റെയാണെന്ന് ചോദ്യം വന്നാൽ കിട്ടുമല്ലോ. എന്താണ് 8? എവിടെ പോയാലാണ് 8ന്റെ പണി കിട്ടുക? കടലിലേക്ക് ഒരു തോണി എടുത്തിട്ട് വെറുതെ ഇറങ്ങിച്ചില്ലാണ്. പിന്നെ തിരിച്ചു വരാനും പറ്റില്ല, തിരങ്ങനെ കൊണ്ടുപോകും നമ്മളെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8ഉം പൊട്ടും തിരിയാതെ 8ന്റെ പണി കിട്ടും. കാരണം ചുറ്റും കാണൂല, ഇനി ഏത് സൈഡിലേക്ക് തുഴഞ്ഞാലാണ് എത്തുകയെന്നും കൂടി അറിയില്ല. കടലിൻ്റെ നടുവിലെത്തിയ പോലെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? 8ന്റെ പണി കിട്ടും. പിന്നെ 6 മഴക്കാറ്. ഓക്കെ, 6 മഴക്കാറ്. അപ്പോൾ അത്രയാണ് നമുക്ക് pH വാല്യൂ ആയി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അതാ സാധനം. ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇത് ഞാൻ കോഡ് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് എളുപ്പമാക്കി തരാം. ഓക്കെ, ഭരണഘടനയിലെ പട്ടിക 7
ഇന്ത്യൻ ഭൂപ്രദേശം, ഭാഷ, ലിസ്റ്റ്, ശമ്പളം. ഓക്കെ, ഇതിൽ ഏതിനെ കുറിച്ചിട്ടാണ് പട്ടിക 7? ഈ 7. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. 7 ഇപ്പം എന്തായി? എല്ലായി. അപ്പം എന്ത് കണക്റ്റായി? ലിസ്റ്റ്. 7 തിരിച്ചിട്ട എല്ലായി. അപ്പം എന്താണ് പട്ടിക 7 എന്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ലിസ്റ്റിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. പട്ടിക 7 ലിസ്റ്റാണ്. ഇനി ഒരിക്കലും മറക്കില്ല. എന്താണ് 7 തിരിച്ചിട്ട എല്ലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പട്ടിക 7 എല്ലാണ്. പട്ടിക 7 അല്ലെങ്കിൽ 7 തിരിച്ചിട്ട എന്താണ്? എല്ലാണ് കേട്ടോ. 7 തിരിച്ചിട്ട എല്ലാണ്. അപ്പോൾ അവിടെ ഏത് കിട്ടി? പട്ടിക 7 കിട്ടി. ഇനി പട്ടിക 1 ഇന്ത്യൻ ഭൂപ്രദേശം. പട്ടിക 1 ഇന്ത്യൻ ഭൂപ്രദേശം. പട്ടിക 1 ഇന്ത്യൻ ഭൂപ്രദേശം. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആദ്യം നമ്മൾ എന്തിനെ പറ്റി അറിയണം? പട്ടിക 1 ആദ്യം ഭൂപ്രദേശത്തിനെ പറ്റി അറിയണം. പിന്നെ അവിടെ ഭൂപ്രദേശത്ത് പോയി നമ്മൾ താമസിക്കണം. താമസിക്കുമ്പോൾ നമ്മളൊരു ജോലിയൊക്കെ വാങ്ങി ഒരു സ്ഥലത്ത് താമസാക്കുമ്പോൾ ജോലിയൊക്കെ വാങ്ങി പിന്നെ ആദ്യം നമ്മൾ ആലോചിക്കുക എന്തിനെ പറ്റിയിട്ടാ? ശമ്പളം. ആ ഭൂപ്രദേശത്ത് പോയാൽ നമുക്ക് എന്ത് ശമ്പളം എത്ര കിട്ടും അങ്ങനെ ആലോചിക്കൂലേ? അപ്പോൾ 2 ശമ്പളം. ഓക്കെ, 2 ശമ്പളം. 3 പ്രതിജ്ഞ. ശരി, ശമ്പളം ഓക്കെ, ഒരു ജോലി, ശമ്പളം അതൊക്കെ ഫിക്സ് ആയി. ഒരു ഭൂപ്രദേശം, ഈ ഭൂപ്രദേശത്താണ് ഞാൻ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ 1 ഭൂപ്രദേശം. പിന്നെ 2 എന്താണ്? നമ്മൾ ശമ്പളത്തിനെ പറ്റി ആലോചിച്ചു. ശരി, ശമ്പളം ജോലി ഒക്കെ റെഡിയായി. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഇവരോട് പ്രതിജ്ഞ ചെയ്യണം. ഓക്കെ, എന്നുയിരണ്ണനക്ക്, എന്നുടലണ്ണനക്ക് അല്ലേ? അതുപോലെ നമ്മൾ പോയി പ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ പട്ടിക 3 പ്രതിജ്ഞയാണ്. എന്നുയിരണ്ണനക്ക്, ഉടലണ്ണനക്ക് അല്ല, അത് വേറെ പ്രതിജ്ഞയാണ്. അപ്പോൾ നമുക്കറിയാലോ പ്രതിജ്ഞ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ പട്ടിക 3 പ്രതിജ്ഞ. അപ്പോൾ 1, 2, 3 കിട്ടിയോ? ആദ്യം ഒരു ഭൂപ്രദേശം, അവിടെ ജോലി ചെയ്താൽ എത്ര ശമ്പളം കിട്ടുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഭൂപ്രദേശം, ശമ്പളം. 3 എന്താണ്? പ്രതിജ്ഞ. 3 അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. പ്രതിജ്ഞ. ഓക്കെ, 3 പ്രതിജ്ഞ. ഇനി 4 നമുക്കറിയാം സീറ്റിനൊക്കെ എത്ര കാലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കസാരക്ക് എത്ര കാലുണ്ടാവും? 4 കാലുണ്ടാവും അല്ലേ? കസാരക്ക് 4 കാലുണ്ടാവും. പട്ടിക 4 രാജ്യസഭാ സീറ്റാണ് കേട്ടോ. എന്താണ്? എങ്ങനെ പഠിച്ചു വെക്കണം? പട്ടിക 4 എന്ത്? സീറ്റിനാണ് 4 കാലുണ്ടാവുക. ഓക്കെ, സീറ്റിന് 4 കാലുണ്ടാവും ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കസാരക്ക് 4 കാലുണ്ടാവും. ഓക്കെ, ഇങ്ങനെ 4 കാലാലോചിച്ചാൽ നമുക്ക് കിട്ടും കസാര. ഓക്കെ, കസാര. ഇത് കസാര ആണ് തോന്നുന്നു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോ. ഇത് കസാരയാണെന്ന് വിചാരിക്കണം. കറക്റ്റ് വരക്കാനൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ കസാര 4 കാലുണ്ടാവുന്നു. നിങ്ങൾ അത്ര മാത്രം കണക്ട് ചെയ്തത്, ഞാൻ വരച്ചോന്ന് നോക്കണ്ട. 4 കാല് നമുക്ക് എല്ലാവർക്കും അറിയാം സീറ്റിന് 4 കാലുണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ 4 കാല് ഏതാണ്? രാജ്യസഭാ സീറ്റാണ് കേട്ടോ. വെറും സീറ്റല്ല, രാജ്യസഭാ സീറ്റാണ്. അപ്പോൾ സീറ്റ് 4 കാല്. 1 കിട്ടിയല്ലോ ഭൂപ്രദേശം. പിന്നെ നമ്മൾ ആലോചിക്കും അവിടെ എത്രയാണ് ശമ്പളം? ശമ്പളം കിട്ടിയ ശമ്പളമൊക്കെ കണക്കാക്കി. പിന്നെ എന്താണ്? പിന്നെ അവിടെ ജോലിക്ക് കയറണം. അപ്പോൾ എന്താ? പ്രതിജ്ഞ ചെയ്യണം. ഓക്കെ, എന്നുയിരണ്ണനക്ക്, എന്നുടലണ്ണനക്ക്. അത് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പാണ്ടിപ്പടയിൽ അവൻ ജോലിക്ക് കയറാൻ അണ്ണൻ്റെ മുമ്പിൽ അല്ലേ, പാണ്ഡ്യതൊരണ്ണൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഇത് ചെയ്യിപ്പിക്കുക, ഈ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുക. എന്നുയിരണ്ണനക്ക്, എന്നുടലണ്ണനക്ക് അല്ലേ? അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പോൾ 1 ഭൂപ്രദേശം, 2 എത്ര ശമ്പളം നാലേക്കുന്നു, പിന്നെ 3 പോയി പ്രതിജ്ഞ ചെയ്യുന്നു. 4 എന്താണ്? രാജ്യസഭാ സീറ്റാണ്. സീറ്റിന് 4 കാലാണ്. പിന്നെ 5 ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. 5 ഈ 5 കൂടെ തന്നെ ഒരു എസ് പോണില്ലേ? SC/ST സംവരണം, SC/ST പിന്നോക്ക വിഭാഗം. ഓക്കെ, അതാണ് പട്ടിക 5. പിന്നെ 6 ഞാൻ എപ്പോഴും പറയലുണ്ട്, 6 കണക്ഷൻ ഉണ്ടാവും. ഗോത്രം. ഓക്കെ, ഗോത്രം. പട്ടിക 6 ഗോത്രങ്ങൾ. ഓക്കെ, പട്ടിക 6 ഗോത്രങ്ങൾ. പട്ടിക 6 ഗോത്രങ്ങൾ. 7 നമ്മൾ പഠിച്ചു. 7 തിരിച്ചിട്ട എല്ലാണ്, ലിസ്റ്റാണ്. പിന്നെ 8. ഇനി എന്തറിഞ്ഞില്ലെങ്കിലാണ് നമുക്ക് 8ന്റെ പണി കിട്ടുക? അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എന്തോ ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. എന്തറിഞ്ഞില്ലെങ്കിൽ? ഭാഷ. ഓക്കെ, അപ്പോൾ പട്ടിക 8 ഭാഷ. പട്ടിക 8 ഭാഷ. ഇത്ര ഭാഗം ക്ലിയർ ആണോ? പട്ടിക 8 ഭാഷ. ഓക്കെ, പിന്നെ പട്ടിക 9 ഭൂപരിഷ്കരണം. പട്ടിക 9 ഭൂപരിഷ്കരണം. അത് മാത്രം നിങ്ങൾ എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പട്ടിക 9 ഭൂപരിഷ്കരണം. പിന്നെ 10 നമ്മൾ ഇപ്പോൾ പാർട്ടിക്കാർ എപ്പോഴാണ് കൂറുമാറുക? ഒരു പാർട്ടീനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പാർട്ടിയിൽ ഒരാൾ എപ്പോഴാണ് കൂറുമാറുക? എന്ത് കിട്ടുമ്പോഴാണ്? 10ന്റെ പൈസ കിട്ടിയാൽ കൂറുമാറുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പാർട്ടി വെച്ച് കണക്ട് ചെയ്താൽ മതി. 10ന്റെ പൈസ കിട്ടിയാൽ അവൻ കൂറുമാറും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി പാർട്ടി തന്നെ ആലോചിക്കണ്ട, വേറെ എന്തെങ്കിലും വെച്ച് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. 10ന്റെ പൈസ കിട്ടിയാൽ കൂറുമാറും. 10ന്റെ പൈസ. അപ്പോൾ പട്ടിക 10 കൂറുമാറ്റമാണ് കേട്ടോ. പട്ടിക 10 കൂറുമാറ്റം. 11 പഞ്ചായത്ത് രാജും അല്ലേ? 11 പഞ്ചായത്തുകളും 12 മുനിസിപ്പാലിറ്റി. ഓക്കെ, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. ഇനി ഒരു വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1 എന്താണ് നമ്മൾ പഠിച്ചു? ആദ്യം ഒരു ഭൂപ്രദേശം, അവിടെയാണ് എനിക്ക് ജോലി. അപ്പോൾ ശമ്പളം. ആദ്യം ഭൂപ്രദേശം, 2 ശമ്പളം, 3 പ്രതിജ്ഞ അല്ലേ? പ്രതിജ്ഞ നമ്മൾ കണക്ട് ചെയ്തു. പാണ്ടിപ്പട കണക്ട് ചെയ്തു അല്ലേ? അണ്ണൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ എന്നുയിരണ്ണനക്ക്, എന്നുടലണ്ണനക്ക്, അതെന്താണ്? അതൊരു പ്രതിജ്ഞയാണ്. അപ്പോൾ 3. പിന്നെ 4 എന്താണ്? 4 കാലുകൾ എന്തിനോ പറ്റി നമ്മൾ പഠിച്ചു. എന്താണ്? സീറ്റാണ് അല്ലേ? എല്ലാവർക്കും 4 കാലിൽ, എല്ലാ മൃഗങ്ങൾക്കും 4 കാലിലൊന്നും ആലോചിക്കരുത്. 4 കാലിലൊരു സീറ്റാണ്. മൃഗങ്ങൾക്കൊന്നും ഇവിടെ കണക്ഷൻ അല്ല. എന്താണ്? രാജ്യസഭാ സീറ്റാണ്. പിന്നെ 5 നമ്മൾ പഠിച്ചു. ഈ 5ന്റെ ഉള്ളിൽ കൂടെ സാധനം കൂടി പോകേണ്ടത് എസ് ആണ്. എസ് എന്താണ്? SC/ST സംവരണം. അതൊക്കെ 6 ഞാൻ പറഞ്ഞു. 6 എന്തെങ്കിലും ഒരു സാധനം വരും. 6 ഗോത്രം. ഓക്കെ, ഗോത്രങ്ങളാണ് 6. പിന്നെ 7 എന്താണ്? 7 തിരിച്ചിട്ട എല്ലാണ് നമ്മൾ പഠിച്ചു. ലിസ്റ്റാണ്. എന്തറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 8ന്റെ പണി എന്തറിഞ്ഞില്ലെങ്കിലേ കിട്ടുക?
ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 9 ഭൂപരിഷ്കരണം, 10 എന്താണ് 10 പൈസ കിട്ടിയ കൂറുമാറും അല്ലേ, 10 പൈസ കിട്ടിയ കൂറുമാറും, 11 പഞ്ചായത്ത് രാജും, 12 മുനിസിപ്പാലിറ്റിയും. ഇത്ര ഭാഗങ്ങളാണ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്ര ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. അത് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കുക. ആ ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പോവുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ക്ലാസ്സുകൾ വരും. ഇനി നമുക്ക് പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഓരോ ക്ലാസ്സുകളും വരും. എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് പറ്റുന്ന അത്രയും പാർട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.